നീ ഉണ്ടായി മെസ്സിയെ നമുക്കൊരു ആശ്വാസം. ആ നീയും കൂടെ നമ്മളെ കൂടെ ഒന്ന് പണിഞ്ഞിട്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്നായിരിക്കും ബാഴ്സലോണയുടെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പം പ്രധാനമായിട്ട് മുഴങ്ങുന്ന വാചകങ്ങളൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇൻഫോബിയിൽ ഒരു ആർട്ടിക്കൽ ഞാൻ കണ്ടു. അതിനകത്ത് ലയണൽ മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബാഴ്സലോണയുടെ പേര് പറഞ്ഞിട്ടില്ല. റിയൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും പേരുകളാണ് ലയണൽ മെസ്സി എടുത്ത് പറഞ്ഞത്. അപ്പം ഇതൊക്കെ മെസ്സിയുടെ പ്രതികാരമായിരിക്കാം. കാരണം അവസാനം കരഞ്ഞ് സാലറി കുറയ്ക്കാന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടും ബാഴ്സലോണ താരത്തിനെ പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമല്ല റൊണാൾഡോ കുമാൻ ബാഴ്സലോണയുടെ കോച്ചായിരുന്ന സമയം തൊട്ട് മെസ്സി ഒടുക്കാനുള്ള പരിപാടികൾ അവിടെ തുടർന്നുണ്ടായിരുന്നു. പിന്നെ ബാർത്തലോമീന്റെയും റാപ്പോർട്ടയുടെ കഥകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിനെക്കുറിച്ച് പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: റിയൽ മാഡ്രിഡ് ഈസ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്. They have won the Champions League. If you go by results, Real Madrid is the best. If you go by the level of game, I think Manchester City is the best. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിലും റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് റിയൽ മാഡ്രിഡ് ആണ്. പക്ഷേ നോക്കുവാണെങ്കിലും ബാഴ്സലോണ അതിൽ വരുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ റിയൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ്. അല്ലാതെ ലെവൽ ഓഫ് ഫുട്ബോൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആണെന്നാണ് മെസ്സി പറഞ്ഞിരിക്കുന്നത്. സിറ്റി പ്രേമം വേറെ ഒന്നുകൊണ്ടല്ല, മെസ്സിയാക്കി മാറ്റിയ പെപ് ഗാർഡിയോള എന്ന പരിശീലകന്റെ സിസ്റ്റം. ഗാർഡിയോള ഏറ്റവും മികച്ച ശിഷ്യനാണ് മെസ്സി. അതുപോലെ തന്നെ മെസ്സി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കോച്ചും ഗാർഡിയോള തന്നെയാണ്. അതുകൊണ്ട് ഫുട്ബോൾ ലെവലിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയും റിസൾട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ക്ലബ്ബ് റിയലുമാണെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ബാഴ്സലോണ കിഡ്സ് കരഞ്ഞു മെഴുകുവാണ്. ഇപ്പം ബാഴ്സലോണയുടെ ആരാധകരെ കിഡ്സ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് ഈ കാറ്റലോണിയൻ സാമ്രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ജനറൽ ഫ്രാങ്കോയെ പോലെയുള്ള ഏകാധിപതികളോട് പൊരുതിയ ചരിത്രമുള്ള വളരെ മഹത്തായ പാരമ്പര്യമുള്ള കാറ്റലോണിയൻ വിമോചന പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയായിട്ടുള്ള ബാഴ്സലോണയ്ക്ക് മെസ്സിയുടെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ സോ പത്തറ്റിക്.